നമസ്കാരം കേരള. ബിഗ് ബോസ് എന്ന ഷോ അവസാനിക്കാൻ ഇനി വെറും ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട താരം ജിൻഡോ ചേട്ടൻ്റെ ഒരു സുഹൃത്ത് നമ്മളോടൊപ്പം ചേരുകയാണ്, നേഹ റോസ്. ആളോട് നമുക്ക് ജിൻഡോ ചേട്ടനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. അപ്പം നേഹ ചേച്ചി, എങ്ങനെയുണ്ട് നമ്മുടെ ജിൻഡോ ചേട്ടൻ്റെ ഗെയിംസ് ഒക്കെ? ബിഗ് ബോസ് കാണാറുണ്ട്, നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. കൂട്ടത്തിലേറ്റവും നന്നായിട്ട് ചെയ്യുന്നത് ജിൻഡോ ചേട്ടനാണ്. പിന്നെ അതുപോലെ തന്നെ പുള്ളീനെ അവിടെയുള്ള ഒരു മണ്ടൻ എന്നൊക്കെ ഫസ്റ്റ് പറയുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയ എടുത്താൽ അറിയാം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ജിൻഡോ ചേട്ടനാ. അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നത്? പുള്ളിക്കാരനെ മണ്ടൻ എന്ന് വിളിക്കുന്നവരൊക്കെ മണ്ടന്മാരാണ് എന്നാണ് പറയാനുള്ളത്. നല്ല ബുദ്ധിയുണ്ട്. അതുപോലെ നമ്മൾ അമ്മേന്റെയും അച്ഛൻ്റെയും ഒക്കെ ഇന്റർവ്യൂ എടുത്തായിരുന്നു ജിൻഡോ ചേട്ടൻ്റെ. അപ്പൊ ലൈക്ക് അവര് പറഞ്ഞത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് വന്ന ആളാണ് ജിൻഡോ ബോഡി ക്രാഫ്റ്റ് എന്ന സ്ഥാപനത്തിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ജിൻഡോ ചേട്ടനെ പണ്ട് മുതലേ അറിയുന്നതാണോ? ആ ഒരു സ്റ്റോറി പറയാൻ പറ്റുമോ? പണ്ട് മുതലേ അറിയുന്നതല്ല, എനിക്കൊരു 2-2.5 വർഷമായിട്ട് അറിയാം. ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന സംബന്ധിച്ച് പരിചയപ്പെട്ടതാണ്, ജിമ്മിൽ പോയി അങ്ങനെ പരിചയപ്പെട്ടതാണ്. അപ്പോൾ എനിക്ക് വളരെ നല്ലൊരു ട്രെയിനറായിട്ട് ഫീൽ ചെയ്തു. നമ്മൾ സാധാരണ ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് എക്സസൈസ് ചെയ്യിപ്പിക്കും. എനിക്കാണ് ഇവിടെ ഒടിഞ്ഞ് ഇതൊക്കെ ആകെ ഫുൾ ഫ്രാക്ചറാണ് എൻ്റെ ബോഡി. അപ്പോൾ എനിക്ക് ഒരുപാട് വർക്കൗട്ട് ചെയ്യാൻ ഇഷ്ടമല്ല, മടിയുവാ. അപ്പം ജിൻഡോ ചേട്ടനാണ് നല്ല ട്രെയിനറാണ്. പുള്ളിക്ക് അത് അറിഞ്ഞ് ആവശ്യത്തിന് മാത്രമേ വർക്കൗട്ട് ചെയ്യിപ്പിക്കാറുള്ളൂ. പിന്നെ ഇപ്പം ഞാൻ പോകാറില്ല, മടി കാരണം വീണ്ടും നിർത്തി. അപ്പൊ പുള്ളിയുടെ അനുഭവങ്ങൾ എന്തെങ്കിലും ചേച്ചിയായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടോ? ജീവിതത്തിൽ ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്, നമുക്കറിയാം ആ ബാറിൽ പോയിട്ട് ഛർദി 10 രൂപയ്ക്ക്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഥകളൊക്കെ ഷെയർ ചെയ്യാറുണ്ടായിരുന്നോ? എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജോഷ് ടോക്സ് ചെയ്തപ്പം ഞാനും കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ജോഷ് ടോക്സ് വന്നത് തന്നെയാണ് ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പോഴാണ് സത്യത്തിൽ ഞാൻ ഇത്രയും സ്റ്റോറി കേട്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നി ജിൻഡോ ചേട്ടൻ. ഇത്രയും സ്ട്രഗിൾ ചെയ്ത് വന്ന് ഒരുമിച്ച് ഇത്രയൊക്കെ ഉണ്ടാക്കിയെടുത്തില്ലേ, ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് തോന്നി. ഇപ്പം ഞാനൊക്കെ എന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ല, ഒരു നല്ല സെറ്റിൽഡ് ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. അപ്പം നമുക്ക് അങ്ങനെ ചിന്തിക്കത്തില്ല ഇത് വേണം. പക്ഷേ അതൊന്നും ഇല്ലാതെ ഒരു സ്ഥലത്തു നിന്ന് വന്ന് ഇത്രയൊക്കെ അച്ചീവ് ചെയ്ത് വലിയൊരു കാര്യമാണ്. ബിക്കോസ് പുള്ളിക്കാരെന്ന് വെച്ചാൽ ഇപ്പം നിൽക്കുന്ന എല്ലാവർക്കും ഒരു പ്രചോദനമാണ്. ഇപ്പോൾ ഒരുപാട് പേര് ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നില്ലേ, അവർ ഇത് അച്ചീവ് ചെയ്യണം, അവർക്ക് എന്തെങ്കിലും നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരില്ലേ. അങ്ങനെയുള്ളവർക്ക് ജിൻഡോ വിൻ ചെയ്താൽ അത് ഭയങ്കര ഹെൽപ്പായിരിക്കും. കാരണം അവർക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും അത്. ഓക്കെ. അതുപോലെ നമുക്കറിയാം ജിൻഡോ ചേട്ടനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല അവിടെയും ഒരുപാട് നെഗറ്റീവ് സാധനങ്ങൾ വരാറുണ്ട്. ഇപ്പം ഒരു അഭിഷേകിന്റെ ഒരു കാര്യത്തിലാണെങ്കിലും പുള്ളിയെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ വരാറുണ്ട്. അപ്പൊ അത് നമുക്ക് നേരത്തെ അറിയുന്ന ഒരു വ്യക്തി, ഇത്രയും പാവം ഒരു വ്യക്തിനെ കുറിച്ച് ഇങ്ങനെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താ തോന്നാറുള്ളത്? അത് ഞാൻ കേട്ടായിരുന്നു. എനിക്കതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. പുള്ളി ആളൊരു നിഷ്കളങ്കനാണ്, പാവമാണ്, എനിക്കതാണ് അറിയാം. പക്ഷേ ഭയങ്കര ബുദ്ധിയുണ്ട്, നല്ല ഇൻ്റലിജൻ്റ് ആണ്. പക്ഷെ ബേസിക്കലി നല്ലൊരു മനസ്സുള്ള നല്ലൊരു പാവമായിട്ടുള്ള ഒരാളാണ്. അത് ചിലപ്പം പുള്ളി തന്നെ എന്തോ റീസൺ പറഞ്ഞില്ല, അത് തന്നെ ആയിരിക്കും, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഓക്കെ. അപ്പോൾ അമേരിക്കയിലുള്ളൊരു കാമുകി ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ നമ്മളെ ചോദിച്ചപ്പോൾ അമ്മേനോടും അച്ഛനോടും സംസാരിച്ചപ്പോഴും പറഞ്ഞു എന്താ കല്യാണം അടുത്ത് തന്നെ ഉണ്ടാവും, ഇപ്പം ഇറങ്ങിക്കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ പോവാണ്, അല്ലെങ്കിൽ മകൻ കല്യാണം കഴിച്ച് കാണുന്നതാണ് ആഗ്രഹം എന്ന്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ അത് കാണുന്ന പോസ്റ്റിന്റെ താഴെയൊക്കെ നേഹ റോസ് എന്നൊരു പേരാണ് നമ്മൾ കാണാറുള്ളത്. ശരിക്കും നേഹ റോസ് ആണോ? അല്ലല്ല, അങ്ങനെയൊന്നുമില്ല. അത് ഒരിക്കൽ ഒരു ലൈവ് പോയിരുന്നു. അപ്പം ജിൻഡോ ചേട്ടൻ്റെ അടുത്തുണ്ടായിരുന്നു. അന്നേരം പറഞ്ഞൊരു റിപ്ലൈ ആണ് ആ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ അത് ആരോ അങ്ങനെ തെറ്റിദ്ധരിച്ച് അങ്ങനെ എഴുതി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഞാനും പോയി എഴുതിയിരുന്നു, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല, അമേരിക്കയുടെ സ്പെല്ലിംഗ് അറിയാൻ പാടില്ല എന്നൊക്കെ എഴുതിയിരുന്നു. എനിക്ക് ആ സത്യത്തിൽ അമേരിക്കയുടെ സ്പെല്ലിംഗ് അറിയാൻ പാടില്ല, എന്നെ വെറുതെ വിടൂ പ്ലീസ്. ഓക്കെ. അമേരിക്ക OCP എങ്ങനെയൊക്കെയുള്ള സ്പെല്ലിംഗ്, അമേരിക്ക സ്പെല്ലിംഗ് അറിയാൻ പാടില്ല, വെറുതെ വിടും. ഓക്കെ. അപ്പോൾ ഈ ശരിക്കും ഇങ്ങനെ അമേരിക്കയിൽ ഒരു കാമുകി ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ജിൻഡോ ചേട്ടൻ പറഞ്ഞറിയോ? ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം US ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. US എന്തോ ഒരു കല്യാണമൊക്കെ ആയിട്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് അത്ര എനിക്ക് അറിയുള്ളൂ. അപ്പോൾ പിന്നെ ബിഗ് ബോസിൽ കേട്ടതും അത് മാത്രമേ അറിയുള്ളൂ. ഓക്കെ. ജിൻഡോ എന്ന ഗെയിമറില്ലേ, ഗെയിമറിനോട് എന്താ പറയാനുള്ളത്? ആക്ച്വലി അത് കാണുമ്പോൾ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് എന്താ പറയുന്നത്? അപ്പോൾ പ്രേക്ഷകരോട് പറയാനുള്ളത് ക്യാമറയിൽ നോക്കി പറയാം, ജിൻഡോ നല്ല അടിപൊളി ഗെയിമറാണ്. ജിൻഡോ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിമറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത പോലുള്ള നല്ല കാര്യം മനസ്സിലാക്കാൻ മൈൻഡ് ഗെയിം പുള്ളിക്ക് അറിയാം. അതാണ് ശരിക്കും ഈ ബിഗ് ബോസിനും മറ്റുമൊക്കെ വേണ്ടത്. അതുപോലെ എല്ലാ ടാസ്കിലും പുള്ളി നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ജിൻഡോയുടെ ഒരു ജയം, കപ്പടിച്ചാൽ അത് ഒരുപാട് പേർക്ക് ഒരു പ്രചോദനമാണ്, മോട്ടിവേഷൻ. കാരണം ഇതുപോലെ ആവാൻ
ഇങ്ങനെ ഒരു ലെവലിൽ നിന്ന് കയറി വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ജിൻഡോയുടെ ആ ഒരു ജയം ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അത് ഒരുപാട് പേർക്ക് അത് ഹെൽപ്പായിരിക്കും.